ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എന്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാഥിയോ. ടുഡേ I am giving you some personal pronouns. It's very important in speaking. അപ്പൊ ഇന്ന് ഞാൻ തരുന്നത് കുറച്ച് പേഴ്സണൽ പ്രൊനൗൺ അല്ലെ. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സർവനാമം എന്നൊക്കെ പറയും അല്ലെ. അതായത് ഒരാളുടെ, അതായത് അദ്ദേഹത്തിന്റെ പേരോ സ്ഥലപ്പേരോ ഒന്നും, ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരു സ്ഥലപ്പേര്, അത് പെർട്ടിക്കുലറായി പറയാതെ അല്ലെ. ഇപ്പൊ നമ്മൾ അവൻ ഇവൻ എന്നൊക്കെ പറയല്ലേ, ഞാൻ അവർ അല്ലെ, അതുപോലെ അത് ഇത് എന്നൊക്കെ പറയാറുണ്ട്. ഇതിനാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത് അല്ലെ. അത് ഹിന്ദിയിലെ വ്യക്തിഗത സർവനാം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് സംസാരത്തിൽ. സോ നോക്കാം നമുക്ക് അല്ലെ. അപ്പൊ നമ്മൾ പറയും ഐ അല്ലെ, മാം, ഞാൻ അല്ലെ. ഞാൻ തമിഴിലും ഞാൻ എന്ന് തന്നെ പറയാറുള്ളത്. അപ്പൊ ഇത് നമുക്കറിയാം, നമുക്ക് ഞാൻ എന്നുള്ളത് ഉപയോഗിക്കണം അല്ലെ. അതുപോലെ ദേ എന്ന് പറയാറുണ്ട് അല്ലെ, അവർ അല്ലെ, ഓ അല്ലെ എന്ന് പറയും ഹിന്ദിയിൽ. അവങ്കെ എന്നൊക്കെ തമിഴിൽ പറയും. അതുപോലെ ഹി ഷീ എടുത്ത് പറയുമ്പോൾ തന്നെ അതിന് സാന്നാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. അവങ്കെ എന്ന് പറയും അല്ലെ. നാൻ അല്ലെ എന്ന് നമ്മൾ പറയും നാൻ, നാങ്കെ എന്നൊക്കെ പറയും. അതുപോലെ പിന്നെ വരുന്നതാണ് നമുക്കറിയാം ഹി ഷീ ഉണ്ട് അല്ലെ. അതുപോലെ പിന്നെ ഉപയോഗിക്കുന്നതാണ് വി അല്ലെ. വി പറഞ്ഞ ഞങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ. ഹം, നാങ്കെ തമിഴ്മേ. ഇത് നമ്മൾ എന്താന്ന് പറയാം, ഇതെല്ലാം നമ്മൾ സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ടുള്ള ഈ പേഴ്സണൽ പ്രൊനൗണുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംസാരത്തിൽ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ തന്നു, ഒരുപാട് കോൺവെർസേഷൻ തന്നു. അപ്പൊ അതിലൊക്കെ ഇത് ധാരാളമായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സംസാരത്തിലെ ഈ പ്രിലിമിനറി ആയിട്ടുള്ള, അതായത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലേ നമുക്ക് വളരെ വേഗം മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നാൽ, ഞാൻ ഇതിനു മുമ്പേ പ്രോമിസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് ഭാഷകൾ വളരെ എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഐ പറഞ്ഞു, ഹി ഷീ അല്ലെ, വി, ദേ. ഇനി ഒരുപാടുണ്ട് കേട്ടോ. യു എന്ന് പറയുന്നല്ലേ, നിങ്ങൾ എന്നൊക്കെ പറയും. യു അല്ലെ പറഞ്ഞ നിങ്ങൾ. അത് ഇംഗ്ലീഷിൽ ഒരു കോമൺ ആയിട്ട് യു എന്ന് തന്നെയാണ് പറയാറുള്ളത്. നീ ആയാലും ശരി, നിങ്ങളായാലും ശരി, താങ്കളായാലും ശരി, എന്തായാലും. ബട്ട് ഇൻ മലയാളം നീ, നിങ്ങൾ, താങ്കൾ അല്ലെ, ഇത് മൂന്നുണ്ട്. ഹിന്ദിയിലുണ്ട് തൂ, തും, ആപ് അല്ലെ. അതുപോലെ അവങ്കെ, അവർ എന്നൊക്കെ ചൊല്ലും, അവർ അത് തമിഴ്മേ. അപ്പോ അവങ്കെ. അപ്പോ ഈ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ യു ഇംഗ്ലീഷിൽ കോമൺ ആയി എല്ലാറ്റിനും ഒരുപോലെയാണ് ഉപയോഗിക്കാറ്. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ പേഴ്സണൽ പ്രൊനൗൺസ്. ഒരുപാടുണ്ട്. മീ ഉണ്ട്, ഒരുപാടുണ്ട്, ഇറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഉപയോഗിക്കും അല്ലെ. ഇത് അത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എനിവേ, അപ്പൊ നിങ്ങൾ നന്നായി നോക്കുക. ഞാൻ എൻ്റെ ചാനലുകളുടെ പേരുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. യൂട്യൂബിൽ എൻ്റെ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ്, പ്രകാശ് ടി കെ മേനോൻ. Subscribe it, otherwise you can get the continuation of the classes. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുടർച്ചയായി ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിൽ എൻ്റെ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108 108 ഫോളോയിങ് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ലിങ്ക് പ്രകാശ് ടി കെ 7 പ്രകാശ് ടി കെ 7, അതും ഇതുപോലെ ഫോളോയിങ് ആൻഡ് ഷെയർ. അപ്പോ ഇനി അടുത്ത വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടിയിരിക്കണം, കാണണം. ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി.